ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുനൂസ് വിങ്സ് വേൾഡ്. ഞാൻ എവിടേക്കാണ് പോകണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്. ഞാനിപ്പോൾ പോകുന്നത് മാമാൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് കസിൻ ബ്രദറിൻ്റെ കുട്ടിനെ കാണാനും അതുപോലെ വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബൈക്കിലാണ് പോകുന്നത്. ഇനി അവിടെ പോയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ, അടുത്താണ്. അപ്പോൾ നമുക്കതിനി അവിടെ പോയിട്ട് കാണാം. അവിടെ എത്തിയതും തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചായ കുടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രിക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് അമ്മായി സ്പെഷ്യലായിട്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2-3 സവാള അരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം കുറച്ച് മല്ലിയില ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് പച്ചച്ചൊയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് തക്കാളി 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഈ മുട്ടക്കറിയിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് ചതച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായി വാടിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ച് ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് അതും കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അടച്ച് വെക്കുക. ഉപ്പും എരിവും എല്ലാം പാകമാണെന്ന് ഈ ടൈമിൽ നോക്കുക. പുതിയതായിട്ട് എടുത്ത റൂമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ മേലേക്ക് പോവുകയാണ്. സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയന് അടുത്ത് തന്നെയാണ് 2 റൂമുള്ളത്. അതിൽ ഒരു റൂമിലാണ് ബാൽക്കണിയൊക്കെ വരുന്നത്. ലിവിങ് ഏരിയന് അടുത്തായിട്ടുള്ള റൂമൊക്കെ നമുക്ക് ആദ്യം കയറി നോക്കാം. ഇതെൻ്റെ ബ്രദറാണ്. അവിടെ എന്തോ സ്പീക്കറിൽ എന്തോ റെഡിയാക്കുകയാണ്. മാഷാല്ലാ, അടിപൊളി റൂമാണ്. നല്ല കളർ കോമ്പിനേഷനാണ് വരുന്നത്. വൈറ്റും ബ്ലൂ, നേവി ബ്ലൂ ആണിത്. 2 റൂമിലും ബാത്റൂമൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. മാമാക്ക് 3 കുട്ടികളാണ്, 2 ആണും 1 പെണ്ണും. അപ്പോൾ അതിൽ ഒരാങ്ങളുടെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. കുട്ടിക്ക് 5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം കുട്ടീനെയൊക്കെ കണ്ട് അതിന് ശേഷം ചായയൊക്കെ കുടിച്ച് നമ്മൾ കറിയൊക്കെ കണ്ടില്ല, അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ മേലേക്ക് വന്നിരിക്കുന്നത്. പെൺകുട്ടിയാണ്. കുട്ടീൻ്റെ പേര് ഇസിയാൻ മെഹക്ക് എന്നാണ്. നല്ല രസമുണ്ടായിരുന്നു കുട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കാൻ. ഈ ബ്ലൂവിൽ കാണുന്ന ചുമരിൽ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. അത് 3 കളറായിട്ട് ഇങ്ങനെ വരും. അത് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കാണുന്നില്ല. ഇതാണ് കറക്റ്റ് റൂമിൻ്റെ കളർ. നിലവും ചുമരൊക്കെ കറക്റ്റായിട്ട് ഈ കളറാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതിന് അടുത്തായിട്ട് തന്നെയാണ് അടുത്ത റൂം വരുന്നത്. ആ റൂമിലേക്ക് പോകുന്ന സൈഡിൽ തന്നെയാണ് ബാൽക്കണിയും വരുന്നത്. ആദ്യം ബാൽക്കണിയിൽ നിന്ന് കടന്നിട്ടാണ് നെക്സ്റ്റ് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബാൽക്കണിൻ്റെ ഏരിയയിലും ഇതേപോലെ ഒരു ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു മോഡലാണത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റ് മാത്രമായിട്ട് നന്നായി കാണാം. അത് എടുത്തറിയിക്കണ ഒരു ലൈറ്റ് ആയിരുന്നത്.
ഇതാണ് അടുത്ത റൂം. ഇതിലും ബാത്റൂമൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മാഷാഅല്ലാ 2 റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതിപ്പോൾ 2 ബെഡ്റൂമും കൂടെ മേലേക്ക് എടുത്തിരിക്കുകയാണ്. ഈ റൂമിലെ ബാത്റൂമാണിത്. ഡോർ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡ് ഫിഷാണ് ഇതിൽ വന്നിരിക്കുന്ന പിക്ചർ. നല്ല രസമുണ്ട്. ഈ റൂമിലേക്ക് കയറി ഉടനെ എൻ്റെ കണ്ണ് പോയത് ആ ഗോൾഡ് ഫിഷിലേക്കാണ്. നല്ല രസമുണ്ട്. ഇതാണ് റൂമിന് അടുത്ത് തന്നെയായിട്ടുള്ള ബാൽക്കണി. ഞങ്ങളൊരു വൈകുന്നേരത്താണ് കേട്ടോ പോയത്. ഒരു 9:30 ആവാറാകുമ്പോഴാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പെയിൻറ്റിങ് പണിയും അങ്ങനെ കുറേ ചെറിയ ചെറിയ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് ഹാളിന് അടുത്തായിട്ട് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള ഡോറും വരുന്നത്. ഇനി നമുക്ക് താഴേക്ക് പോവാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് മേലെയൊക്കെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇവിടെ പെയിൻറ്റിങ് പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ചെറുതായിട്ട് മെസ്സായി കിടക്കുന്നത്. ഗ്രേവിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ പ്ലേറ്റിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അമ്മ ഇങ്ങനെയാണ് ചെയ്യണത്. ഇതുപോലെയാണ് മുട്ട പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ മുട്ടത്തോടൊന്നും ഈ കറിയിൽ വീഴാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. 4 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂടി വയ്ക്കുക. മുട്ട വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. എല്ലാ ലൈറ്റുകളൊക്കെ ഓണാക്കി ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് നിൽക്കുകയാണ്. ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. പുറത്തുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. പെയിൻറ്റിങ് പണിയും പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ കുറച്ചും കൂടെ കഴിയാനുണ്ട്. ഈ കാണുന്ന ഏരിയയിലൊക്കെ ആദ്യം നിറയെ ചെടികൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ആ ചെടികളൊന്നുമില്ല. ഇപ്പം ആകെ 1-2 ചെടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കാറൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തെങ്ങും ഗാർഡനൊക്കെ ഈ സ്ഥലത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മുറിച്ച് മാറ്റി. ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് നിന്നിട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം തന്നെ സമയം ഒരുപാടായി, 8:30 ആയി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ ഇനി കഴിക്കാനാണ് പോകുന്നത്. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കറി അമ്മ ഉണ്ടാക്കിയതാണ്. പൊറോട്ട ഉണ്ട്, അതിൻ്റെ കൂടെ വരുന്ന മസാല ഉണ്ട്, പിന്നെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറി ഉണ്ട്, പിന്നെ നൂൽപുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് പൊറോട്ട ആയിരുന്നു. ഒരു പൊറോട്ട എടുത്ത് അപ്പോൾ നമുക്ക് അമ്മായി ഉണ്ടാക്കിയ കറി കഴിച്ച് നോക്കിയാലോ. അപ്പോൾ അത് കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ എന്തോ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സ്ലോ ആയി നിൽക്കുന്നത്. കറി അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.